MC വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ഫ്രാങ്ക്ലിൻ ജോൺ ആണ്. അദ്ദേഹം അധ്യാപകനാണ്, തേവര കോളേജിൽ വൈസ് പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഗവേഷകനാണ്, ശാസ്ത്രജ്ഞനാണ്. ഒരുപക്ഷെ അർഹിക്കുന്ന പ്രശസ്തി ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ലഭിക്കുന്നതേയുള്ളൂ. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വാഗതം അരുളുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് അറിയാനുള്ളത്, സാർ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ശാസ്ത്ര കൗതുകമുള്ള ആളായി മാറിയത് എന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കമൊക്കെ ഒന്നറിഞ്ഞാൽ സന്തോഷമാണ്. തീർച്ചയായും. അടിസ്ഥാനപരമായി ഞാൻ എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം നടത്തിയതെല്ലാം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ്. ഞാൻ ഒരിക്കലും ഒരു സെൽഫ് ഫിനാൻസിങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ കിൻഡർ ഗാർട്ടനിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഒരു ആശാന്റെ അടുത്തു നിന്നാണ്. ഈ ആശാൻ എന്നെ മലയാള അക്ഷരങ്ങൾ മണലിൽ എഴുതി പഠിപ്പിച്ച ഒരു ആശാൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ ആശാൻ കളരിയിൽ പോകുന്നത് ദേവികുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, മൂന്നാറിനടുത്ത് ദേവികുളം. അവിടെയായിരുന്നു എൻ്റെ പിതാവ് റവന്യൂ സർവീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഈ ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അതായത് സാറ് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാതെ തന്നെ എടുത്തു പറഞ്ഞത്, ഗവൺമെൻറ് സ്കൂളുകളിൽ ആശാൻ കളരിയിലൊക്കെ പഠിച്ച് സാധാരണക്കാരനെ പോലെ വന്നു. അത് പിതാവിൻ്റെ എന്തെങ്കിലും പ്രേരണ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിഷ്ഠയുണ്ടായിരുന്നോ? ഒരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് എൻ്റെ കുട്ടി വളർന്നു വരേണ്ടത് എന്നുള്ളൊരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ടോ? അതെയോ സാധാരണ നിലയിലുള്ള അന്നത്തെ പശ്ചാത്തലം അങ്ങനെയായിരുന്നത് കൊണ്ട് സംഭവിച്ചതാണ്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി സാമ്പത്തികമായി എൻ്റെ പിതാവ് ഏറ്റവും അടിസ്ഥാനപരമായ റവന്യൂ സർവീസിലെ ഒരു ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തികമായിട്ട് അത്ര ഉയർന്ന തലത്തിലുള്ള ആയിരുന്നില്ല ഞങ്ങളുടെ കുടുംബം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തീർച്ചയായും നിഷ്ഠയുണ്ടായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസം നേടിയതുപോലെ തന്നെ നമ്മൾ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടത്തിലുമൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള സാധാരണ സ്ഥാപനങ്ങളിൽ പഠിച്ചു തന്നെ വരണമെന്നൊരു നിഷ്ഠയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടുകൂടിയാണ് ഞാൻ അടിസ്ഥാന വിദ്യാഭ്യാസം. അതിനെ പിന്നെ സാർ അത് ഉൾക്കൊണ്ടു? തീർച്ചയായും. എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ എന്നോടൊപ്പമുള്ള കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനത് മനസ്സിലാക്കിയത്, കാരണം ഞാൻ കുറച്ചുകൂടെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും ഒരുപോലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലല്ലോ. അപ്പം എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു നിലയാണ് മാനസികമായിട്ട് ഞാൻ അതിനെ ഉൾക്കൊണ്ടു. അത് പിന്നീട് വളർത്തിയെടുക്കാൻ ബോധപൂർവകമായ ശ്രമം ഏതെങ്കിലും ഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ പിന്നീട് എനിക്ക് എൻ്റെ ഒരു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എനിക്ക് ഒരു സ്കൂളിൽ തന്നെ പഠിക്കാനായിട്ട് ഭാഗ്യം കിട്ടി. അത് ഞാൻ ഈ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലാണ്. അതുവരെ എൻ്റെ പിതാവിൻ്റെ ജോലി മാറുന്നതിനനുസരിച്ച് പല സ്കൂളുകളിലായിട്ട് മാറി പോവുകയായിരുന്നു. അപ്പോൾ ഈ സ്കൂളിലാണ് 5 വർഷം എനിക്ക് കൃത്യമായിട്ട് 5 വർഷം തുടർച്ചയായിട്ട് പഠിക്കാൻ പറ്റി. അതിനുശേഷം പിന്നീട് എനിക്ക് പിന്നീട് എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വന്നു. +2-ന് നല്ല ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് മുമ്പിൽ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും ആ രീതിയിലേക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, ഇവിടം വരെ എത്തിയില്ല. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രിക്ക് മാന്നാനം KE കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ ബിരുദ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു. അവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാനെന്ന് പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി കേരള MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഏറ്റവും ഉന്നതമായ ഒരു നിലയിൽ നിന്നിരുന്ന 2 സ്ഥാപനങ്ങളാണ് SB കോളേജ് ചങ്ങനാശ്ശേരിയും KE കോളേജ് മാന്നാനവും.
അവിടെ എനിക്ക് ഭാഗ്യവശാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ എനിക്കൊരു ക്ലാസ്മേറ്റിനെ കിട്ടി. ആ ക്ലാസ്മേറ്റ് കുറവിലങ്ങാട് ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ആ വർഷം SSLCക്ക് കേരളത്തിൽ 1ാം റാങ്ക് കിട്ടിയ ഓ ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. ഓ അപ്പം ഈ പയ്യൻ എൻ്റെ കൂട്ടത്തില് ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റി. അപ്പം ഞാൻ പിന്നീട് ചിന്തിച്ചു, ഈ പയ്യൻ പഠിച്ചു വന്നതെല്ലാം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണേലും അവനോടൊപ്പം ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയെന്നത് മാത്രമല്ല എനിക്ക് അഭിമാനം ഉണ്ടാക്കിയത്, പ്രീ ഡിഗ്രിയുടെ 2 വർഷത്തെയും മാർക്കുകളിൽ ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു അതായത് ബൂസ്റ്റ് നമ്മൾ ആയിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചില്ലെങ്കിലും നമുക്ക് ഉയർന്ന നിലയിൽ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും അത് ആണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവം. പ്രീ ഡിഗ്രിയിൽ നിന്ന് സയൻസ് ഗ്രൂപ്പ് വരുമ്പോൾ ഈ രസതന്ത്രത്തിലേക്ക് മാറാനുള്ള ആ ഒരു തന്ത്രം സ്വയം മെനഞ്ഞെടുത്തതാണോ, ഉപദേശിച്ചു തന്നതാണോ ആരെങ്കിലും? അല്ല, തീർച്ചയായും എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു രസതന്ത്ര അധ്യാപകൻ ആ കോളേജിൽ ഉണ്ടായിരുന്നു. പ്രൊഫസർ KT തോമസ്. അദ്ദേഹം അതിരമ്പുഴക്കാരനാണ്. അന്നത്തെ കാലത്തുമൊക്കെ ഡോക്ടറേറ്റും ഒക്കെയുള്ള അധ്യാപകർ ആ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ഡിഗ്രി MSc മാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അധ്യാപനത്തെ ഒരു ആരാധനയോടെയാണ് ഞാൻ കണ്ടിരുന്നത്. എനിക്ക് ഈ വിഷയത്തോട് താല്പര്യം ജനിച്ചത് ഈ KT തോമസ് സാറിന്റെ ക്ലാസ്സുകളിലൂടെയാണ്. ഭാഗ്യവശാൽ വേറൊന്നും കൂടിയാണ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന തേവര കോളേജിൽ നിന്നാണ് അദ്ദേഹം MSc പാസ്സായത് 1970s. ഒരുപക്ഷെ അധ്യാപനത്തിലേക്ക് സാറ് മാറാനുള്ള കാരണം അത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറാകാനോ എഞ്ചിനീയർ ആകാനോ ഒക്കെ വേണേ പോകാമല്ലോ, പഠിക്കാൻ കഴിവുള്ള ഒരാളെന്നുള്ളതല്ലേ? തീർച്ചയായും ഒരു രസതന്ത്ര അധ്യാപകൻ എന്നുള്ള ഞാൻ എന്നിൽ തന്നെ അറിയാതെ തന്നെ എന്നിൽ നിന്ന് സങ്കല്പിക്കാൻ തുടങ്ങിയത് ഈ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് KT തോമസ് സാറിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നപ്പോഴാണ്. തീർച്ചയായും ഈ ബിരുദ പഠനം കഴിഞ്ഞ് പിന്നെ ബിരുദ പഠനം കഴിഞ്ഞിട്ട് ഞാൻ പല വഴികൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം അതില് കോളേജുകളിൽ MScക്ക് പോവുക, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ അന്ന് കേരളത്തിൽ കെമിസ്ട്രിയിൽ MSc ചെയ്യാനായിട്ട് ഏറ്റവും ഉന്നത നിലയിലുണ്ടായിരുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് MG യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ്. അവിടുത്തെ അഡ്മിഷൻ ഓൾ കേരള ബേസിലുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് വഴിയായിരുന്നു. ഈ എൻട്രൻസ് എഴുതി ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ആ എൻട്രൻസിന്റെ റാങ്കില് അഡ്മിഷൻ കിട്ടിയാണ് ഞാൻ MScക്ക് ഈ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൽ വരുന്നത്. MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. അന്ന് അവിടെ വീണ്ടും എനിക്ക് ഒരു ദൈവാനുഗ്രഹം കിട്ടിയെന്ന് വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും നല്ല രസതന്ത്ര അധ്യാപകർ ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അതിലെ ഒന്നാമത്തെ പേരുകാരൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ VN രാജശേഖരൻ പിള്ള. സാറ് UGCയുടെ പിന്നീട് ചെയർമാനൊക്കെ ആയ അദ്ദേഹം അന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം വൈസ് ചാൻസലറായി. അതുപോലെ തന്നെ CV അശോകൻ എന്ന് പറഞ്ഞ സാറ് മരിച്ചുപോയി. 47ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി. പിന്നെ ഒരു ഡോക്ടർ പയസ് കുരുവിള, അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് MScക്ക് റാങ്ക് വാങ്ങിച്ചിട്ട് അവിടെ വളരെ പ്രഗത്ഭരായ അധ്യാപകർ. അത്രയും ഒരു ഉന്നതമായ എൻ്റെ അന്നത്തെ ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ ബാച്ച്മേറ്റ്സില് പലരും ഇന്ന് ഒരാള് JNCSR ബാംഗ്ലൂരില് സയന്റിസ്റ്റ് ആണ്, സുബി ജേക്കബ് ജോർജ്. അദ്ദേഹം കഴിഞ്ഞ കൊല്ലത്തെ ഭട്നാഗർ അവാർഡ്, ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ ഇന്ത്യൻ നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഭട്നാഗർ അവാർഡ് കിട്ടിയ സുബി ജേക്കബ് ജോർജ്. പിന്നെ വളരെ 3-4 പേര് ആ ബാച്ചിലുണ്ടായിരുന്നവർ ഇപ്പൊ US സയന്റിസ്റ്റുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ MG ക്യാമ്പസിലെ പഠനത്തിൽ നിന്ന് അറിവ് മാത്രമല്ല, വലിയ തോതിലുള്ള പ്രചോദനവും തീർച്ചയായും ഒരുപാട്. അവിടുന്ന് പിന്നെ നമ്മള് വേണമെങ്കിൽ കോളേജിലൊക്കെ ആ സമയത്ത് തന്നെ ജോലിക്ക് കയറാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും കൂടുതൽ പഠിക്കണമെന്നൊക്കെ ഉള്ളൊരു ത്വര? അത് ശരിക്കും ഞങ്ങളുടെ MScയുടെ അവസാനം ഇപ്പം പല കോളേജുകളിലും ഒരു പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ലാബുകളിൽ MSc പ്രോജക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം അന്ന് MG യൂണിവേഴ്സിറ്റിക്ക് ആ സിസ്റ്റം അന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെയിൽ അവിടെ 4 മാസത്തെ ഒരു പ്രോജക്റ്റിന് പോയി. അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ PhD എന്ന് പറയുന്ന ഒരു ഡിഗ്രിയിലേക്ക് എങ്ങനെ കടക്കാമെന്നുള്ളതിനെ കുറിച്ച് ആദ്യത്തെ അറിവുകൾ എനിക്ക് കിട്ടിയത്. ഞാൻ തിരിച്ചു വന്നിട്ട് VN രാജശേഖരൻ പിള്ള സാറിന്റെ കൂട്ടത്തില് MSc കഴിഞ്ഞ് PhDക്ക് രജിസ്റ്റർ ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാറ് UGCയുടെ വൈസ് ചെയർമാൻ, NACന്റെ ഡയറക്ടറായിട്ട് പോകുന്നത്. അപ്പം സാർ എന്നോട് പറഞ്ഞു, ഗൈഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഗൈഡിന് അവൈലബിൾ ആയിരിക്കില്ല,
അപ്പം ഞാൻ സാറിനോട് പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴോ അങ്കുരിച്ചൊരു മോഹമായിരുന്നു വിദേശത്ത് പോയി ഡോക്ടറേറ്റ് നേടുക എന്നുള്ളത്. സാറിനോട് ഞാൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിച്ചു. സാറ് സന്തോഷപൂർവ്വം നിന്നു. സാർ അതേ സമയത്ത് ആ സമയത്ത് തന്നെ സാറ് സ്വിറ്റ്സർലൻഡിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. അങ്ങനെ സാറിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വെച്ചിട്ട് എനിക്ക് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നാഷണൽ ഫെലോഷിപ്പിന് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി, PhD കിട്ടി. അത് നമ്മുടെ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ ഈ വിദ്യാഭ്യാസ നിലവാരത്തിന് മുകളിലുള്ള സർവകലാശാലകളാണോ അവിടുത്തെ ജർമ്മനിയിലൊക്കെ ഉള്ളത്? തീർച്ചയായും. ഞാൻ നമ്മളുടെ ഇവിടങ്ങളിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അന്നത്തെ നിലയ്ക്ക് അന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു IIT ലെവലിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കാളും അതിലും ഉയർന്ന തലത്തിലുള്ള ഇൻസ്ട്രുമെന്റേഷൻസ്, ഫെസിലിറ്റീസ് ഒക്കെ തീർച്ചയായും അന്ന് ഒരു സാധാരണ ജർമ്മൻ യൂണിവേഴ്സിറ്റികളിൽ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടിയ ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടി. അതുപോലെ തന്നെ നമ്മൾക്ക് അവിടെ PhD ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾക്ക് ഒരു ഇൻസ്ട്രുമെന്റേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ കാണും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവിടെ അങ്ങനെ ഒരു ടെക്നീഷ്യൻ ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ നമ്മളെ PhD ഡൂയിങ് ആണ് തീർച്ചയായും. അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ എനിക്കൊരു ലാബ് തന്നത് ഒരു empty റൂമാണ് തന്നെ. അപ്പൊ അവിടെ വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ആ ലാബ് ഫർണിഷ് ചെയ്യുന്ന പണി തൊട്ട് ചെയ്താണ് ഈ PhD കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റേഷൻ, ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് കേടായി കഴിഞ്ഞാൽ അത് ടെക്നീഷ്യനെ വിളിച്ചു വരുത്തി അവരല്ല ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു തന്നത് നമ്മളാണ് ചെയ്യുന്നത്. അപ്പം പ്രാക്ടിക്കലി ലൈഫില് എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ 4.5 വർഷം ഉണ്ടായിരുന്നു. ഈ 4.5 വർഷക്കാലത്തിനിടയിൽ ആദ്യം ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു എൻ്റെ പ്രൊഫസർ. അന്ന് അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. യൂണിവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റൻസ്, ജർമ്മനിയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ടിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ലാബ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ലാബ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കൂടെ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതെന്റെ PhD തീരാൻ കുറച്ച് ലാഗിങ് വരുത്തിയെങ്കിൽ പോലും പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ, തന്നെയല്ല ഫ്രാങ്ക്ഫർട്ട് പോലുള്ള ഒരു സിറ്റിയിൽ നിന്നും കോൺസ്റ്റൻസ് പോലുള്ള അതൊരു ഗ്രാമമാണ്. അവിടെ ഒരുപാട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റി. 3.5 വർഷത്തോളം പിന്നെ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന കിട്ടിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ഈ ജർമ്മനി പോലെയുള്ള ഒരു വികസിത രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല പ്രധാനപ്പെട്ടത്, ആ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ സ്കോളർഷിപ്പും വളരെ പ്രധാനപ്പെട്ടതാണല്ലേ? ഉറപ്പായിട്ടും ജെന്യുവിനാണ്. അതുപോലെ അവര് സിൻസിയർ ആണ്. നമ്മളോട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മൾക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അവരോട് ആവശ്യപ്പെടാം. ഒരു കാര്യം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് നമ്മുടെ മുഖത്ത് നോക്കി പറയും അങ്ങനെയല്ല. ഇനി അങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അപ്രീസിയേഷൻ അന്നേരം തന്നെ നമുക്ക് കിട്ടും. ഒരു പ്രകൃതിയില്ല, എല്ലാം ഡയറക്റ്റ് ആണ്. വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ PhD ചെയ്തത്. ആ സമയത്തൊക്കെ ജർമ്മനിയിൽ നിന്ന് ഒരു PhD എടുക്കുക എന്ന് പറയുന്നത് തന്നെ 100-ൽ 100 എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയാണ്. എന്നിട്ട് അതും പോരാ എന്ന് ചിന്തിച്ച് പോസ്റ്റ് ഡോക്ടറൽ, അത് അമേരിക്കയിൽ നിന്നാകട്ടെ എന്നൊക്കെ എന്താ ചിന്തിക്കാൻ കാരണം? അത് ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് എന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്സിന്റെ, മെഡിസിനൽ കെമിസ്ട്രിയിൽ ആന്റിബയോട്ടിക്സിന്റെ മോഡിഫിക്കേഷൻസ് ആയിരുന്നു ഞാൻ ചെയ്ത എൻ്റെ PhD തീസിസ്. അപ്പൊ അതേ സമയത്താണ് ഈ ഇസ്രായേലിൽ നിന്നുള്ള അദാ യോനാത്തിന് ഇതേ ഏരിയയിൽ നോബൽ പ്രൈസ് 2009. ആ സമയത്തൊക്കെ 2006 തൊട്ട് തന്നെ നോബൽ പ്രൈസിന്റെ ഫ്രണ്ട് റണ്ണേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു അദാ യോനാത്ത്. അപ്പം ഈ അദാ യോനാത്തിന്റെ വർക്കുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിരുന്നു എൻ്റെ PhD വർക്ക്. അപ്പൊ ഞാൻ സമയത്ത് പക്ഷേ അറിയാവില്ല, എന്റെ ഗൈഡിന്റെ ഫ്രണ്ട് ആണ് അവർ. ഗൈഡുമായിട്ട് പരിചയമുണ്ട്. എന്റെ PhD ഗൈഡിന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇസ്രായേലിലെ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ആ സമയത്ത് വൈസ്മാൻ എന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ നമ്പർ 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്താൽ അതിൽ എപ്പോഴും ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ റിസർച്ചിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ മെന്ററായിട്ട് ഞാൻ മനസ്സിൽ കണ്ട അദാ യോനാത്തിന് അന്ന് എന്നെ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് ഞാൻ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും
എനിക്ക് പക്ഷേ അവിടെ തന്നെ എനിക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നില്ല. വേൾഡ് റാങ്കിങ്ങിൽ തന്നെ നമ്പർ 4-ലെ 5-ലെ നിന്ന ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ മെഡിസിനൽ കെമിസ്ട്രിയിൽ തന്നെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാനായിട്ട് എനിക്ക് അത് എത്ര അവസരം കിട്ടി. കാലം വേണ്ടി വന്നു? അതും ശരിക്കും പറഞ്ഞാൽ ഞാൻ 3 വർഷം ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വർഷം ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഫസർക്ക് വീണ്ടും ഒരു പ്രൊമോഷൻ കിട്ടി. ഞങ്ങൾ ഡിട്രോയിറ്റിലേക്ക് മാറി. ഡിട്രോയിറ്റ് വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതേ പ്രൊഫസറുടെ കൂട്ടത്തിൽ വീണ്ടും 2 വർഷം, അങ്ങനെ മൊത്തം 3 വർഷം. ഓ, ആ 3 വർഷം ഞാൻ 2010 കംപ്ലീറ്റ് ചെയ്തു. ഓ, അപ്പം ഞാൻ ഏതാണ്ട് 2002 തുടങ്ങി 2010 വരെ ജർമ്മനിയിലും അമേരിക്കയിലുമായിട്ട് എൻ്റെ റിസർച്ചിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിവോട്ട് ചെയ്ത് ഒരു ലൈഫായിരുന്നു. നമ്മൾ സാധാരണ നിലയിൽ ഈ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം, ശരാശരി അധ്യാപകർ പഠിപ്പിക്കും, കുറെ കൂടി പ്രഗത്ഭരായിട്ടുള്ളവർ ഗവേഷണം നടത്തും, ഏറ്റവും മുന്തിയ ആൾക്കാർ ശാസ്ത്രജ്ഞരായി മാറുമെന്നുള്ളതാണ്. അങ്ങനെയൊരു ആളുമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുക. ശരിയല്ലേ? ഉറപ്പായിട്ടും ആ. ഞാൻ ശരിക്കും എൻ്റെ മുമ്പിലുള്ള ഒരു അധ്യാപകനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അധ്യാപകൻ എന്നും, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്നും ഒരു ഗവേഷകനായിരിക്കണം. കാരണം നമ്മളുടെ ഫീൽഡിൽ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിവില്ലാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം റിസർച്ച് ഗവേഷണം നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളുടെ സബ്ജക്റ്റിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ. ഇപ്പൊ ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസവും ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിലെ നമ്മുടെ പഠനവും ഗവേഷണവും പരിശീലനവും എല്ലാം കഴിയുമ്പോൾ ഏതാണ്ട് അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ശ്രേഷ്ഠതയുള്ള ഒരു സ്ഥാപനത്തിൽ ഗവേഷണവും നമ്മുടെ കരിയറും ഒക്കെ തുടരണം എന്നല്ലേ സാധാരണ നിലയിൽ ഒരു ആഗ്രഹം വരുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? അതോ ഇതെല്ലാം എവിടെയും സാധിക്കും, നമ്മുടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന കേരളത്തിലും അത് സാധിക്കും എന്നുള്ള ചിന്ത കൊണ്ട് ആണോ, വേറെ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ സർവകലാശാലയിലോ അധ്യാപകനോ ഗവേഷകനോ ആയിട്ട് തുടരാത്ത എന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചത്? അവിടെ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഞാൻ തികച്ചും സാധാരണ നിലയിൽ നിന്ന് ഈ ഗവേഷണ സ്ഥാപനങ്ങളും റിസർച്ചും ഒക്കെ കണ്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയൊരു കാര്യം, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഒക്കെങ്കിലും പ്രയോജനപ്പെടണം, ഇങ്ങനെയൊക്കെയുള്ള വഴികളുണ്ട് എന്ന് തീർച്ചയായും കുറെ വിദ്യാർത്ഥികൾ അറിയണം എന്നൊരു ആഗ്രഹം അതായത് ഈ എനിക്കുണ്ടായിരുന്നു. ശാസ്ത്രബോധം മാത്രമല്ല, നന്മയുടെ ഒരു ബോധവും മനസ്സിലുണ്ടെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുക. എവിടെയോ അതായത് എനിക്ക് കിട്ടിയതും എൻ്റെ ഒപ്പം ഉള്ളവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു നന്മയുടെ ബോധം സാറിനെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ കാലഘട്ടത്തിലോ ഒരു ലെവൽ എത്തുന്നത് വരെ കെമിസ്ട്രി പഠിച്ച് എവിടം വരെ പോകാം, എന്തൊക്കെ ആയിത്തീരാന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവുകളൊന്നുമില്ലായിരുന്നു. ഒരു പരിധി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തിരിച്ചറിവുകൾ ഉണ്ടായത്. പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പം ഞാൻ തേവര കോളേജിൻ്റെ കഴിഞ്ഞ ഞങ്ങളുടെ ഒരു 5 വർഷത്തെ ഒരു ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ, MSc കഴിഞ്ഞിട്ട് ഇപ്പം ഫെലോഷിപ്പുകളുമായിട്ട് പുറത്തേക്ക് റിസർച്ചിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ BSc കഴിഞ്ഞിട്ട് വരെ MS-ന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം തേവര കോളേജിൽ വളരെ കൂടുതലാണ്. തീർച്ചയായും ഞാനൊക്കെ പഠിപ്പിച്ച ക്ലാസ്സിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങൾ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊക്കെ റിസർച്ച് ചെയ്യുന്നവരായിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക്. അതായത് നല്ല അധ്യാപകര് ഗവേഷകരെ സൃഷ്ടിക്കണം. തീർച്ചയായും, ഉറപ്പായിട്ടും. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗവേഷണമാണ്. അത് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ കണ്ടതാണ്. കാരണം കോവിഡിന് വേണ്ടിയുള്ള വാക്സിൻ നമ്മളുടെ പൂനെയിലെ ഒരു ഭാരത് ബയോടെക് ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിനൽ കെമിസ്ട്രിയിൽ പുതിയ പുതിയ ആന്റിബയോട്ടിക്കുകൾ, മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിൽ അടിസ്ഥാനപരമായ ഗവേഷണത്തിൽ നമ്മൾ മുൻപോട്ട് വന്നാൽ മാത്രമേ നമ്മൾ
രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും ആ, പല ഗവേഷണ ഫലങ്ങൾക്കും വേണ്ടിയിട്ട് വെസ്റ്റേൺ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ നാട്ടിലെ മെഡിസിന് വളരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അപ്പൊ വിലയായിരിക്കും. ഞാൻ കേൾക്കുമ്പോൾ തോന്നുന്നത് ഡോക്ടർ ഫ്രാങ്കിലിന് ഒരു ജീവിച്ചു പോകാനുള്ള ഒരു തൊഴില് എന്നുള്ള നിലയിലല്ല ഇതിനെ കാണുന്നത്. ഇത് രാജ്യസ്നേഹം, രാജ്യത്തിന്റെ പുരോഗതി, വികസനം, വരും തലമുറകള്, ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അത്? ഒരു പരിധി വരെ ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തിരിച്ചറിവുകൾ കൂടുതലുണ്ടായത് എൻ്റെ വിദേശ Exposure ആണ്. എക്സ്പോഷറിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ കാലത്ത് ഞാൻ കണ്ടത് രാജ്യത്തോടൊപ്പം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രൊഫസറുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് എനിക്ക് ഇടയ്ക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ ഇതിനുള്ള എക്സ്പെൻസ് എല്ലാം അവർ ജോലി ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് അവർ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കെമിസ്ട്രി പഠിക്കുക, ഫിസിക്സ്, ബയോളജി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം പുറത്ത് ജോലി ചെയ്തിട്ടുള്ള പൈസയും കൊണ്ടാണ് വന്ന് ഇവർ ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു MSc വരെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ചെങ്കിൽ എൻ്റെ മേലുള്ള ഈ സമൂഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു കോളേജുകളിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു വർഷം എയ്ഡഡ് സ്ഥാപനങ്ങളിലെ സർക്കാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുടക്കുന്ന എമൗണ്ട് വളരെ വലുതാണ്. നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പം നമ്മളിത് സൗജന്യമായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക, അല്പമെങ്കിലും. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചല്ല, അല്പമെങ്കിലും കൊടുക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് പുറത്തുള്ളവരോട് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഞാൻ കണ്ട ഒരു കാര്യം, യൂറോപ്യൻ രാജ്യങ്ങളിൽ അടിസ്ഥാന സയൻസ് വിഷയങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ് മെഡിസിനും എഞ്ചിനീയറിംഗും പോകുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ട്. അപ്പം അടിസ്ഥാനപരമായ സയൻസ് വിഷയങ്ങൾക്കാണ് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ മെഡിസിനും എഞ്ചിനീയറിംഗിനും പോകുന്നുള്ളൂ. അപ്പൊ ഈ അടിസ്ഥാനപരമായ ശാസ്ത്രത്തിലുള്ള ഗവേഷണം മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു രാജ്യം പുരോഗമിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഫാക്ടർ അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ വികസനമാണ്. ഈ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതില് നല്ല ബ്രെയിൻ ഉള്ള ആൾക്കാർ അതിൽ വരണം. അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇപ്പം എല്ലാവരും പുറത്തേക്ക് പോകുന്നു, പ്രവാസം കൂടി വരുന്നത് രാജ്യത്തിന് വലിയ ക്ഷീണമല്ലേ? തീർച്ചയായും അവിടെയും ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ പുറത്ത് എക്സ്പോഷർ കിട്ടുന്ന തലമുറയെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ തീർച്ചയായും ഗവൺമെന്റ് ആവിഷ്കരിക്കേണ്ടതാണ്. അതിന് ഒരു പരിധിവരെ സെൻട്രൽ ഗവൺമെന്റ് പല ഹോം കൺട്രി ബാക്ക് ടു ഹോം കൺട്രി റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. രാമലിംഗ സ്വാമി ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഹ്യൂജ് എമൗണ്ട് ഫെലോഷിപ്പുകൾ കൊടുത്ത് ഒരുപാട് വിദേശ രാജ്യത്തു നിന്നുള്ള സയന്റിസ്റ്റുകൾ തിരിച്ച് ഇന്ത്യയിലെ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഐസറുകളിൽ, IIT-കളിലൊക്കെ ഒരുപാട് പേര്. പക്ഷെ ഇപ്പോഴും നമുക്ക് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ സയന്റിഫിക് റിസർച്ചിന്റെ ലാബുകൾ ശരിക്കും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിലും അതുപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിലും കൂടുതൽ വരികയും ഈ വിദേശത്ത് എക്സ്പീരിയൻസ് കിട്ടുന്ന സയന്റിസ്റ്റുകൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാൻ ഉതകുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സംജാതമാക്കുകയും ചെയ്താൽ തീർച്ചയായും ആൾക്കാർ വരും. ഒരുപാട് പേര് എനിക്കറിയാവുന്നവർ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പുറത്തെ ഒരു ജീവിതം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിക്കില്ല. നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവസരങ്ങൾ ഇവിടെ കുറവാണ്. ഇനി നമുക്ക് ഈ ജെറൂസലേമിലേക്ക്, ഇസ്രായേലിലേക്കും പ്രൊഫസർ അദായിലേക്കും പോയാലോ? അതിനകത്ത് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 1930-കളിൽ വേൾഡിലെ ഏറ്റവും കൂടുതൽ വെൽത്തി ആയിരുന്ന ഇപ്പോൾ നമ്മുടെ മാർക്സ് ആൻഡ് സ്പെൻസർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒക്കെ ഓണേഴ്സ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്തതാണ് സൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ജോസഫ് സൈഫ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ പേരിൽ. ആ പയ്യൻ 22ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തു. അവന്റെ ഓർമ്മയ്ക്കായിട്ട് അവന്റെ പേരൻസ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തത് വൈസ്മാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഈ വൈസ്മാൻ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് അസറ്റോൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നു. അത് ജർമ്മനിയാണ് സപ്ലൈ ചെയ്തിരുന്നത്. ഈ ജർമ്മൻകാര് ബ്രിട്ടീഷുകാരുമായിട്ട് ശത്രുതയിലായപ്പോൾ അവർ ആ സപ്ലൈ നിർത്തി.
അപ്പൊ ഈ അസറ്റോൺ എന്ന് പറയുന്ന കെമിക്കല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ അന്വേഷിച്ചപ്പം ഈ അസറ്റോൺ ഒരു ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ വഴി ഈ വൈസ്മാൻ ഡെവലപ്പ് ചെയ്ത് സിന്തസൈസ് ചെയ്തെടുത്തിരുന്നു. അപ്പൊ അത് വൈസ്മാൻ ബ്രിട്ടീഷുകാർക്ക് ഓഫർ ചെയ്യുകയും അങ്ങനെ അത് യൂസ് ചെയ്താണ് വിൻസ്റ്റൺ ചർച്ചിൽ ആ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഈ വൈസ്മാനോട് തിരിച്ച് ബ്രിട്ടീഷുകാർ ചോദിക്കുന്നത് തിരിച്ച് എന്താണ് പ്രതിഫലം വേണ്ടത്. അപ്പൊ അവര് വൈസ്മാന്റെ മറുപടി ഞങ്ങൾക്ക് ഈ മധ്യപൂർവ്വ ദേശത്ത് ഒരു രാജ്യം വേണം, ഇസ്രായേലിൽ നിന്നൊരു രാജ്യം വേണം. അപ്പൊ ആദ്യം അതിന് ബ്രിട്ടീഷുകാർ അതിന് സമ്മതിച്ചില്ല. പിന്നീട് പല സമ്മർദ്ദങ്ങൾക്ക് ഒടുവിൽ അവർ ബ്രാഡ്ഫോർഡ് ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ടാക്കി ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാമെന്ന് വൈസ്മാന് വാക്ക് കൊടുത്തു. അങ്ങനെയാണ് ഈ രാജ്യം പിറന്നതും. ഈ വൈസ്മാന്റെ പേരിലുള്ള പല പേറ്റന്റുകളിൽ നിന്നുള്ള റവന്യൂ ഈ സൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റുകയും സൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നീട് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് മാറ്റുകയും ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇനി ഒരു 60 വർഷത്തേക്ക് ഇവർക്ക് ഗവൺമെന്റിന്റെ ഫണ്ട് ഒന്നും വേണ്ട. അതിന് കാരണം സെൽഫ് സഫീഷ്യന്റ് ആണ്. അതിന് കാരണം ഈ വൈസ്മാന്റെ പേരിലുള്ള ഒരുപാട് പേറ്റന്റുകൾ, അതുപോലെ തന്നെ വൈസാക്ക് എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറുകളിൽ ഒന്ന് അസംബിൾ ചെയ്തിരിക്കുന്ന ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതിപ്പോഴും വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. അപ്പൊ ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവർ ഇസ്രായേലുകാരുടെ ഒരു ദേശീയതയുടെ പ്രതീകമായിട്ട് അവരുടെ ഒരു അഭിമാന സംഭവമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ അവർ ഏറ്റവും വേൾഡ് ക്ലാസ് സയന്റിസ്റ്റുകളെ മാത്രമേ അവർ അക്കോമഡേറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അവിടെ ജോലി കിട്ടിയ അവിടെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു ജോലി കിട്ടിയ ഒരാളായിരുന്നു അദായി യോനാഥ്. അവരുടെ കഴിവുകളെ ഏതാണ്ട് ഒരു 1985 വരെ ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും അംഗീകരിച്ചില്ല. അപ്പം പക്ഷെ അവര് ഭയങ്കര ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ഇത്രയും മോട്ടിവേഷൻ ഉള്ള ഒരു ലേഡിയെ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ 84 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ട് അവർക്ക്. അപ്പം അവിടെ ഇവരുടെ ഒരു കൺസെപ്റ്റ്, ഇവരൊരു റൈബോസോം എന്ന് പറയുന്ന നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന, നമ്മുടെ എല്ലാ സെൽസിലും ഈവൻ ഹ്യൂമൻ ബോഡി അടക്കം ഉള്ളതിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റൈബോസോം എന്ന് പറയുന്ന മെഷീനറി നടക്കുന്ന പ്രവർത്തനങ്ങൾ പഠിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഈ റൈബോസോം വളരെ കോംപ്ലിക്കേറ്റഡ് മെഷീനറിയാണ്. അതിനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ഐഡിയ തന്നെ വളരെ ഇല്ലോജിക്കലാണെന്ന് പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്തപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അദായി യോനാഥിന് അവിടെ ടെന്യൂർ ട്രാക്ക്, അതായത് പെർമനന്റ് ആയിട്ട് ഒരു പൊസിഷൻ അവർ കിട്ടിയില്ല ഒരു കാലം വരെ. പിന്നീട് വളരെ അദായി യോനാഥ് തന്നെ എന്നോട് ഷെയർ ചെയ്ത് അവർ 25,000 എക്സ്പെരിമെന്റ്സ് അവർ ചെയ്തത് ഫെയിലിയർ ആയിപ്പോയി. പക്ഷെ അപ്പോഴും അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവര് ഈ മെഷീനറിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആന്റിബയോട്ടിക്സിന്റെ ഡെവലപ്മെന്റിൽ വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവരെ ക്ഷമാപൂർവ്വം കാത്തിരുന്നു. എക്സ്റേ ക്രിസ്റ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് അവരതിനെ അവസാനം അവരതിനെ കണ്ടുപിടിച്ചു. അതിനാണ് അവർക്ക് 2009 നോബൽ പ്രൈസ് കിട്ടിയത്. പക്ഷെ അത് 1960s തുടങ്ങിയ ക്ഷമാപൂർവമായ ഒരു റിസർച്ചിന്റെ ഫലമാണ് ഈ 2009 അദായി യോനാഥിന് കിട്ടിയത്. ഈ ഡോക്ടർ ഫ്രാങ്കിൾ എങ്ങനെയാ അതിലേക്ക് എത്തിയത്? ഞാൻ എൻ്റെ PhD ഗൈഡിനോട് ഒരു പ്രാവശ്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾ തേവര കോളേജിലെ എല്ലാ 2017 മുതൽ ഞങ്ങൾ ഇന്റർനാഷണൽ കോൺഫറൻസുകളും എല്ലാ 3 വർഷം കൂടുമ്പോഴും നടത്താറുണ്ട്. അപ്പൊ ഞങ്ങൾ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ, ഞങ്ങളുടെ കോളേജിൽ വരുന്ന 3ാമത്തെ നോബൽ പ്രൈസ് വിന്നറാണ് അദായി യോനാഥ്. ആദ്യം നെഗിഷി എന്ന് പറഞ്ഞ ജപ്പാൻകാരൻ, അത് കഴിഞ്ഞിട്ട് ഗ്രബ്സ് US നിന്നുള്ള, അതിനുശേഷം 3ാമത്തെ വർഷം ഞാൻ എൻ്റെ ഗൈഡിനോട് റിക്വസ്റ്റ് ചെയ്ത് അദായി യോനാഥിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ് തേവര കോളേജിൽ 2023 ഒരു അന്താരാഷ്ട്ര സിമ്പോസിയത്തിൽ അദായി യോനാഥ് വരുന്നത്. അന്ന് അതിനു മുമ്പ് തന്നെ എനിക്ക് അദായി യോനാഥുമായിട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ PhD തീസിസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ഗവേഷണം നടത്താൻ, ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ കൂടെ ഒരു ഗവേഷണം നടത്താൻ ഒരു അവസരം കിട്ടാനായിട്ട് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ആണ് ഈ അദായി യോനാഥിനോട് ചോദിക്കുന്നത്. അപ്പൊ എന്നോട് തിരിച്ചു ചോദിക്കുന്നത്, എനിക്കൊരു കെമിസ്റ്റിനെ വേണം എൻ്റെ ബയോളജി എക്സ്പെരിമെന്റ്സിന്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട്, അതിന് വരാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഞാനൊരിക്കലും ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് നമ്മുടെ ബിയോണ്ട് നമ്മുടെ റീച്ച് ആണെന്നുള്ള ഒരു ഞാൻ ഉപേക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്നോട് ചോദിക്കുന്നു, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു തീർച്ചയായും എനിക്ക് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പൊ ഞാൻ അടുത്ത അവസരത്തിൽ തന്നെ കോളേജിൽ പറഞ്ഞു. കോളേജ് അധികാരികൾ, പ്രത്യേകിച്ച് CMI സഭ ഒരുപാട് വിഷണറീസിന്റെ ഒരു കോൺഗ്രിഗേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം. ഞാൻ പഠിച്ചതും CMI സ്ഥാപനങ്ങളിൽ തന്നെയാണ്.
അപ്പം എന്നോട് ഞങ്ങളുടെ കോളേജ് മാനേജ്മെന്റ് നിരുപാധികമായ എനിക്ക് അലോട്ടഡ് ആയിട്ടുള്ള ലീവ് എടുക്കാനായിട്ട് യാതൊരു തടസ്സവും പറഞ്ഞില്ല. ഉം. അങ്ങനെയാണ് ഞാൻ ഈ കോളേജിനും ലാബിലേക്ക് കോളേജിനും വളരെ വളരെ വലിയൊരു സപ്പോർട്ടാണ് നേട്ടമായി കോളേജ് തന്നത്. കോളേജിനും നേട്ടമായി. കോളേജിനും നേട്ടമായി തീർച്ചയായും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ലാബിലേക്ക് ചെല്ലുന്നത്. ഓ. അപ്പം അവിടുത്തെ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്ന വിസിറ്റിംഗ് സയന്റിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമുള്ള കാലം വരെ കൊണ്ടുപോകാം, എനിക്ക് താല്പര്യമുള്ളപ്പോൾ പോകാം, അങ്ങനെ ഓ, ആ ശരി. രീതിയിലാണ്. അപ്പം ഞാൻ തൽക്കാലം എടുത്തിരുന്ന ഒരു 4 മന്ത്സിന്റെ ലീവ് കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഇനി അടുത്ത ലീവ് കിട്ടുന്ന ഒരു ഒക്കേഷനിൽ ഞാൻ ഇനിയും തിരിച്ചവിടേക്ക് തുടരും. ഇവിടെ ഇപ്പൊ അത് ഈ വന്ന് പ്രോട്ടീന് ആയി ബന്ധപ്പെട്ട ഗവേഷണമാണല്ലേ? അതെ. ഒരു ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരുമോ? അതായത് നമ്മള് ഒരു സെല്ലില് എസെൻഷ്യൽ ആയിട്ട് 3 ബയോമോളിക്യൂൾസ് ഉണ്ടാകണം. അത് ഒന്ന് DNA, ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, പിന്നെ ഒന്ന് റൈബോ ന്യൂക്ലിക് ആസിഡ്, അടുത്ത പ്രോട്ടീൻ. ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് നമ്മൾ പറയുന്ന നമ്മുടെ ജനറ്റിക് ക്യാരക്ടേഴ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്ന ജനറ്റിക് ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനം. ഈ നമ്മുടെ ഒരു ജനറ്റിക് ക്യാരക്ടർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് DNA-യിൽ നിന്നാണ്. ആ ജനറ്റിക് ഇൻഫർമേഷൻ അത് ഒരു പ്രോസസ്സ് വഴി RNA എന്ന് പറയുന്ന മെഷീനറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് RNA ആണ് ഏത് ടൈപ്പ് പ്രോട്ടീൻ ഉണ്ടാകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ RNA-യുടെ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാകുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ മെഡിസിനൽ കെമിസ്ട്രിയിൽ പല ഡിസീസിലും ബാക്ടീരിയൽ ആകട്ടെ വൈറൽ ആകട്ടെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ, വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ, എങ്ങനെയാണ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെതിരായിട്ടുള്ള മരുന്ന് മോളിക്യൂൾ വികസിപ്പിച്ച് നമുക്ക് അതിനെ ആ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അടിസ്ഥാനപരമായി ഇതിന്റെ ഒരു എന്താ പറയുക പ്രാധാന്യം. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് മുമ്പ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. അതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മളുടെ ഒരു സെല്ല് ഒറിജിനേറ്റ് ചെയ്യുമ്പം പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ റൈബോസോം വേണം, RNA മോളിക്യൂൾ വേണം. ഈ RNA മോളിക്യൂൾ ഒരു പ്രോട്ടീന്റെ ഹെൽപ്പോടുകൂടി, ഒരു എൻസൈമിന്റെ ഹെൽപ്പോടുകൂടിയാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തെ ഒരു ചോദ്യം, ആദ്യത്തെ ഒരു സെല്ല് ഉണ്ടായപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് ഒരു പ്രോട്ടീൻ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അപ്പം അതിനർത്ഥം ഒരു പ്രോട്ടീൻ ഇല്ലാതെ ഒരു പ്രോട്ടീൻ ഉണ്ടാകണം, എങ്കിലേ നമ്മളെ ഈ ലൈഫ് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ ഒരു സെല്ലില് പ്രോട്ടീൻ സിന്തസിസ് നടന്നിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് DNA-യിൽ നിന്ന് RNA-യിലേക്ക്, RNA-യിൽ നിന്ന് പ്രോട്ടീനിലേക്ക് പോകുമ്പോൾ RNA-ക്കുള്ളിൽ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട് ഒരു പ്രോട്ടീന്റെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് ആരാദ്യം ഉണ്ടായെന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ റൈബോസോമിന്റെ പ്രോട്ടീൻ ഇല്ലാത്ത ഒരു ഭാഗം, അതിനെ പ്രോട്ടോ റൈബോസോം എന്ന് പറയും, ആ ഭാഗത്തിന് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ലൈഫ് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ സെൽ ഉണ്ടായപ്പോൾ ഒരു പ്രോട്ടീന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു പ്രോട്ടീൻ ഉണ്ടായി. അതിനെയാണ് നമ്മൾ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഇത് കേൾക്കുമ്പം നമുക്ക് ആശ്ചര്യം തോന്നുക മാത്രമല്ല, ഇത് വലിയ അത്ഭുതമായിട്ട് അനുഭവപ്പെടുന്നു. ഇവിടെ നിന്നാണ് എൻ്റെ മറ്റൊരു അത്ഭുതത്തിന് ഉത്തരം കിട്ടേണ്ടത്. അതായത് ബൈബിളിലും മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നത് ദൈവമാണ് ഈ ജീവന്റെ സ്രോതസ് എന്നാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, ക്രിയേറ്റഡ് ആണ്. ഇപ്പം ശാസ്ത്രം അതിനെ അംഗീകരിക്കുകയാണോ, അല്ലെങ്കിൽ ഈ ചോദ്യം മറ്റൊരു രൂപത്തിൽ ശാസ്ത്രവും മതവും തമ്മിൽ കലഹിച്ചു നിൽക്കുകയാണോ, ഇത് തമ്മിൽ അനുരഞ്ജനപ്പെടുന്ന ഒരു പ്രതലം ഏതെങ്കിലും ഉണ്ടോ? ശാസ്ത്രത്തിന് എതിരാണോ മതം, മതത്തിന് എതിരാണോ ശാസ്ത്രം, അതോ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണോ? കോൺട്രഡിക്ടറി ആണോ, കോംപ്ലിമെന്ററി ആണോ? സാറിന്റെ അഭിപ്രായം എന്താ? ഇത് കോംപ്ലിമെന്ററി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഗവേഷണവും, പ്രത്യേകിച്ച് ഈ അടിസ്ഥാനപരമായ ഒരു സെല്ലുണ്ടാകുന്ന അടക്കമുള്ള ഗവേഷണം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന് പുറത്തുണ്ട്. നമ്മൾ എത്രയൊക്കെ അതിലേക്ക് കടക്കാൻ ശ്രമിച്ചാലും നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. അതിനൊന്നും ഒരിക്കലും
സയൻസിന് മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു ശരിക്കും ഇത് കോൺട്രഡിക്ടറി അല്ല ഒരിക്കലും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൈഫ് ഇവോൾവ് ചെയ്ത് വരുന്ന സ്റ്റേജിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ വലിയൊരു മെഷീനറിയിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു വെളിച്ചം വീശാൻ മാത്രമേ നമ്മളുടെ ഈ റിസർച്ചിന് സാധിക്കുകയുള്ളൂ. ഇതിന്റെ വളരെ വലിയൊരു സംഗതി ഇതിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 30,000 അല്ലെങ്കിൽ മില്യൺസ് ഓഫ് അമിനോ ആസിഡ്സ് ചേർന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അമിനോ ആസിഡ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ റൈബോസോം എന്ന് പറയുന്ന മെഷീനറിയിലാണ്. അവിടെ ഒരു എറർ സംഭവിക്കുന്നില്ല. അതിന് ശാസ്ത്രത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് എന്തോ ഒരു വലിയൊരു ശക്തി ഇതിന് പുറകിലുണ്ട്. കാരണം ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നതിൽ ഒരു എറർ സംഭവിച്ചു ഒരു അമിനോ ആസിഡിന്റെ സ്ഥാനത്ത് വേറൊരു അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് വളരെ വിചിത്രമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോൺസിക്വൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും എന്തുകൊണ്ട് ഒരു തെറ്റും ഇതിനിടയിൽ ഇതിനെ അസംബിൾ ചെയ്യുന്നതിൽ സംഭവിക്കുന്നില്ല എന്ന് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ശാസ്ത്രജ്ഞനോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ പുറകില് ലൈഫിൽ ഒരു വലിയൊരു മിസ്റ്ററി ഉണ്ട്, ഒരു വലിയൊരു പവർ. അതിനെ നമ്മള് ഓരോ മതക്കാരും ഓരോ പേരിട്ട് വിളിക്കുന്നു. അങ്ങനെ ഒരു ശക്തി ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൽ ഉണ്ട്. ഏത് ശാസ്ത്രജ്ഞനാണേലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് ഫാക്ട് ആണ്. DNA-യുടെ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടുപിടിച്ച ഫ്രാൻസിസ് ക്രിക്ക് വലിയ ദൈവവിശ്വാസിയായിരുന്നു. കാരണം ഫ്രാൻസിസ് ക്രിക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ വാട്സൺ ക്രിക്ക് ബേസ് പെയറിംഗ് വഴി DNA ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു പിരിയൻ ഗോവിണി പോലെയാണെന്ന് കണ്ടുപിടിച്ച അടിസ്ഥാനപരമായ ഘടന കണ്ടുപിടിച്ച ഫ്രാൻസിസ് ക്രിക്കും വാട്സണും ക്രിക്കുമാണ്. അവര് വലിയ ദൈവവിശ്വാസികളായിരുന്നു. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് ഈ മാക്രോ കോസ്മോ ആണെങ്കിലും മൈക്രോ കോസ്മോ ആണെങ്കിലും ഇതിൽ മിസ്റ്ററിയാണ്. നിങ്ങൾ സയന്റിസ്റ്റ് എത്ര പ്രഗത്ഭരാണെങ്കിലും വിശ്വാസമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സയന്റിഫിക് ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്നല്ലാതെ അതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് അജ്ഞാതമാണ്. അതിനെയാണ് നമ്മൾ വിശ്വാസമുള്ളവര് ദൈവമായിട്ട് കാണുന്നത്. ഒരു വിശ്വാസം കൂടി ആയതുകൊണ്ട് അതേസമയം തന്നെ വിശ്വാസിയായിരിക്കുന്ന പോലെ തന്നെ സയന്റിസ്റ്റുമാണ്. ഇത് രണ്ടും ഒരുപോലെ മനസ്സിലുള്ളപ്പോഴും പറയും ഇതിന് അപ്പുറത്തൊരു ശക്തിയുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ കൂടുതൽ വിശ്വാസികളായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പുറകിൽ നിൽപ്പുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ അതിന്റെ ഒരു ഐസ്ബർഗിന്റെ ഒരു ടിപ്പിൽ തൊടാൻ മാത്രമേ ഇപ്പോഴും ശാസ്ത്രത്തിന് പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു അനുഭവം. ഒരു ട്രാൻസ് ഉണ്ട്, തീർച്ചയായും ഉറപ്പായിട്ടും. നമ്മളെ ടെമ്പറൽ മാത്രമല്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നതെല്ലാം ടെമ്പറാലിറ്റീസിലാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് കുറച്ചൊക്കെ ഒരു ലൈറ്റ് അടിച്ച് നമുക്ക് കുറച്ചൊക്കെ എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കുറച്ചും ചെയ്യാനിരിക്കുന്നത് വളരെയേറെയാണ്. അതെന്റെ PhD ഗൈഡ് എന്നോട് പറഞ്ഞ ഒരു വാചകം. ഞാനും ഒരു PhD ഗൈഡാണ്. ഇന്ത്യയിൽ ഒരുപാട് പേര് PhD എടുത്തവരുണ്ട്, സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ എന്റെ ഗൈഡ് എന്നോട് പറഞ്ഞ വാചകം ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ട്, എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ടൈറ്റിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് PhD ഒരു ഡിഗ്രി കിട്ടിയത് കൊണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഒരിക്കലും അർത്ഥമാക്കേണ്ടതില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഡിഗ്രി. അത് വളരെ കറക്റ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ശരിക്കും എന്റെ ഈ അധ്യാപന ജീവിതത്തിലാണെങ്കിലും ഈ സയന്റിഫിക് ജീവിതത്തിലാണെങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഏതാണ്ട് ഞാൻ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ 42 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന പ്രൊഫസർ വാലന്റീൻ വിറ്റ്മാൻ എന്ന് പറഞ്ഞൊരു ജർമ്മൻകാരൻ. പുള്ളി ഗ്ലൈക്കോ ബയോളജിയിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായിട്ട് ഉയർന്നു വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ, PhD സ്റ്റുഡന്റ്. അപ്പൊ ഞങ്ങൾ ആകെ 3 പേരേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന് PhD സ്റ്റുഡന്റ്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി ഫുൾ ടൈം ഡിവോട്ട് ചെയ്തു. 3 പേരേ ഉള്ളൂ. ഇന്ന് ആ ഗ്രൂപ്പിൽ 16-17 പേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ റിസർച്ച് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 3 ശിഷ്യന്മാർ, അതായത്
ജർമ്മനിയിലെ PhD ഗൈഡിന് ഡോക്ടർ ഫാദർ എന്നാ പറയുന്നത്. അതായത് ഡോക്ടറേറ്റ്, എന്റെ ഡോക്ടറേറ്റിന്റെ ഫാദറാണ് പുള്ളി. ഓക്കെ അപ്പൊ പുള്ളി ഒരു കിഡിനെ കൊണ്ടു നടക്കുന്നവരാണ്. ഗൈഡിന് പകരം ഗൈഡിന് വരെ പുള്ളി ഒരു പറയുന്ന ഫാദർ, ഡോക്ടർ ഫാദർ എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ എന്നെ കൊണ്ടു നടന്ന് എനിക്ക് വേണ്ട ഡയറക്ഷൻസ് ഇപ്പോഴും എനിക്ക് വളരെ അടുത്ത ബന്ധം. 2007 ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോന്നെങ്കിലും 17 വർഷത്തിന് ശേഷം ഇപ്പോഴും എനിക്ക് എന്റെ എല്ലാ മുമ്പോട്ടുള്ള പ്രയാണത്തിലും അദ്ദേഹത്തിന്റെ ഉപദേശമുണ്ട്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അപ്പൊ വ്യക്തി. നമ്മൾ ഈ അറിവ് കൂടുന്തോറും ഇനി ഒരുപാട് അറിയാനുണ്ടെന്ന് അറിയുകയും ഈ ദൈവവിശ്വാസമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അറിവ് കുറയുമ്പോൾ കടല് കുളമാണെന്ന് തോന്നും. അറിവ് കൂടുമ്പോൾ കുളം പോലും കടലാണെന്ന് നമുക്ക് തോന്നുന്നു. വളരെ വലിയൊരു മിസ്റ്ററി ആണെന്ന് തോന്നുന്നു. അതാണ് അത് ജീവിതത്തിന്റെ നമ്മളെ ജീവിതം പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു പാഠമാണത്. നമ്മള് ഇത് എത്രയൊക്കെ മുമ്പോട്ട് പോയാലും എത്രയൊക്കെ അറിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ആ അറിവെന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് തിരിച്ചറിവ് തരുന്നതാണ് ഈ അറിവ് യഥാർത്ഥത്തിൽ എന്നാണ് എനിക്ക് ഒരു ചെറിയ എളിയ ഒരു ഇത്രയും നേരം സാറ് വളരെ വളരെ ഗഹനമായ കാര്യങ്ങൾ അതേസമയം വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ആൾക്കാർ ഇത് കാണും. മാത്രമല്ല സാറിൻ്റെ ഗവേഷണം അവസാനിക്കുന്നില്ലല്ലോ, ഗവേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് സാറിൻ്റെ ഒരു പ്രശസ്തിക്ക് എന്നതിനപ്പുറത്തേക്ക് നാടിൻ്റെ വിജയത്തിന്, വികസനത്തിന്, അതുപോലെ തന്നെ തലമുറകൾക്ക് കൂടുതൽ പ്രചോദനത്തിന് ഒക്കെ കാരണമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ഇത് പുതുവർഷമായതുകൊണ്ട് ഈ 2025 കൂടുതൽ ഗവേഷണങ്ങൾക്ക് അതുപോലെ തന്നെ വിജയങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.